ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിള്ളേരെ സ്കൂളൊക്കെ അടച്ചല്ലേ, ഇവിടെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റും കുരുത്തക്കേടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുളത്തിലെ മീനെല്ലാം പിടിച്ച് പാത്രത്തിലാക്കി വെച്ച് കുളത്തിലെ വെള്ളം പറ്റിക്കുമോ ഏതാണ്ട് എല്ലാം പരിപാടികളാണ്. എന്നാലും നമ്മൾക്ക് ശ്രദ്ധയുണ്ട്, വലിയ ആഴമുള്ള കുളമൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊക്കെ പോകുന്നു. അവധി ആയതുകൊണ്ട് ഭയങ്കര കുരുത്തക്കേടാണ്. 2 ദിവസമായുള്ളൂ. മീനെ കുറേ എണ്ണത്തിനെയൊക്കെ കിട്ടിയേ, കുറേ എണ്ണത്തിനെ പിടിച്ച് വെള്ളത്തിലിട്ടേച്ച് എന്നെ അപ്പു നിർബന്ധിക്കുന്ന അമ്മ ഇത് വന്ന് കാണുമെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ഇറങ്ങി വന്നതാണേ. അപ്പു പറയുന്നത് മീനെ പിടിച്ചേച്ചാൽ മീനേക്കാൾ വലിയ വാലുമാക്രി ഉണ്ടെന്ന്, തവളയുടെ കുഞ്ഞില്ലേ, അത് മീൻ പോലെ ഇരിക്കുന്നതെന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വലുപ്പത്തിലാണ്. സാധാരണ ചെറുതല്ലേ, ഇവിടെ ഉണ്ടായത് വലിയ വലുപ്പത്തിലായിരുന്നേ. അതൊക്കെ കാണിച്ചും മുറുക്കിയൊക്കെ ഇരിക്കുന്നു. അത് മീനാണ് കേട്ടോ. ചക്കക്കുരു ഉണങ്ങാനിട്ടത് മുഴുവനെന്ന് പറഞ്ഞ പോലെ അണ്ണം പെറുക്കിക്കൊണ്ട് പോയി. എന്നിട്ട് ഞാനിവിടെ കെട്ടിത്തൂക്കിയിട്ടാണ്. വിനിച്ചേട്ടൻ അവിടെ പുൽക്കൂട് ഉണ്ടാക്കുന്നു. അങ്ങനെ ഭയങ്കര തിരക്കുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഹാൻഡ് എംബ്രോയിഡറിയുടെ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ച് എടുത്താണ്. അതിൻ്റെ ഇടയ്ക്ക് മുറ്റത്ത് ഇറങ്ങിയപ്പോൾ അത് എടുത്താണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് എല്ലാം കൂടെ കൂടിയിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുവാണ്. ഈ ചുരിദാറിൻ്റെ കഴുത്തേലൊക്കെ ചെയ്യാൻ പറ്റിയ, നമ്മൾ ചുരിദാറിൻ്റെ കഴുത്തൊക്കെ വെട്ടി കഴുത്ത് തയ്ച്ചെടുക്കുമല്ലോ. നമ്മൾ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞ് വെച്ചാൽ ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തില്ല, ചെറിയ ഓരോ ഭാഗം കുത്തിയെടുത്ത് ഓരോ പോയിൻറ്റുകൾ വരുത്തി വെച്ച് അതിൻ്റെ അകത്തുകൂടെ നമ്മൾ ഒരു കഴി നൂല് ആഡ് ചെയ്ത് വിടുവേ. അപ്പോൾ അതൊരു സെപ്പറേഷനായിട്ട് കിടക്കും. ഇതേ മെത്തേഡ് തന്നെ ചെയ്യാം കേട്ടോ. 2, 3, 4 എണ്ണം വെച്ച് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പോയിൻറ്റുകൾ കുത്തിയെടുത്ത് വേറെ കളർ നൂലും കൊണ്ട് കുത്തിയെടുത്ത് വെച്ച് അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നൂല് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ അതൊരു നല്ല ഡിസൈനാണ്, ചെയ്ത് നോക്കിയാൽ അറിയാം. ഇത് അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ബട്ടർഫ്ലൈ ഒക്കെ ചെയ്ത പോലത്തെ തന്നെ മെത്തേഡ് ഞാനൊരു ചുരിദാർ അങ്ങനെ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാനിത് കാണിച്ചു തന്നേ ഉള്ളേ. അപ്പം ഞാൻ ഫുള്ളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് കാണിക്കുന്ന കേട്ടോ. അതിനെന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ പറയും അങ്ങനെ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ ചോദിക്കുവേ. നമ്മൾ ഈ 1-2 വീഡിയോ ഒക്കെ ഇട്ടപ്പോഴത്തേനും അത് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇട്ട് ആരെങ്കിലുമൊക്കെ കാണുമെന്ന് ഓർത്ത് ഇടുന്ന കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ബീഡ്സിന് ഇച്ചിരി വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അത് ഇതേ തന്നെ കീറുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ആ 4 പ്രാവശ്യം ആ നൂലിങ്ങനെ ഒരു ചതുരം വരച്ചിട്ട് ചെയ്താൽ എളുപ്പമുണ്ട്. ഈ ചതുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനത് അറിയാൻ മേലാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇത് വട്ടക്കഴുത്തേലും ചെയ്യാം കേട്ടോ. വട്ടം പോലെ വരച്ച് കൊടുത്തേച്ച് ഇങ്ങനെ യു പോലെ പോലെ ഇങ്ങനെ വരയ്ക്കില്ലേ, അങ്ങനെ വരച്ച് വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പോയിൻറ്റുകൾ കുത്തി വേറെ നൂലിന് ആഡ് ചെയ്ത് കൊടുത്തേച്ച് നമുക്ക് ഇതുപോലെ പല കളർ നൂലുകൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ അത് അലക്കുമ്പോൾ പോകത്തൊന്നുമില്ല. കാരണം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും നമ്മൾ കെട്ടിടുന്നുണ്ടല്ലോ, ആദ്യത്തെ ആ ചതുരത്തിലുള്ളത്. ഈ ചതുരം എന്ന് പറഞ്ഞാൽ ഈ ചതുരത്തിൻ്റെ ആവശ്യമുള്ളതല്ല വരയ്ക്കാൻ. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റ് പോയിൻറ്റുകൾ 2 ഓരോ ഇത് കുത്തി എടുക്കുന്നുണ്ടല്ലോ, അത് കറക്റ്റ് പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് പോയിൻറ്റ് വരാൻ വേണ്ടി ഞാനൊരു ചതുരം വരച്ചത്. നമ്മൾ നേരത്തെ ത്രികോണം വരച്ച് വെച്ച് ബട്ടർഫ്ലൈ ചെയ്തില്ലേ, അതുപോലെ. എന്നിട്ട് അപ്പോൾ 4 എണ്ണമാണെങ്കിൽ 2 എണ്ണത്തിൻ്റെ വീതം നടുക്ക് കറക്റ്റ് പോയിൻറ്റിൽ സൂചി കുത്തി. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ ആ മുത്തിൻ്റെ അകത്ത് ഹോളിന് വലിപ്പമുള്ളത് കൊണ്ടാണ് ഞാനത് അതുപടി അങ്ങ് ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ 4 ലൈൻ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തേച്ച് പിന്നെയാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ 4 ലൈൻ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, പുറത്തെ ലൈൻ ഇട്ടാണ്ട്. ഇപ്പം ഞാൻ ഈ ചുരിദാറിൻ്റെ കഴുത്തിന് ചുറ്റിനും ഇതുപോലെ തന്നെ യു കഴുത്താണെങ്കിൽ യു പോലെ, പിന്നെ ഇത് കൂട്ട് ചതുരക്കഴുത്താണെങ്കിൽ അങ്ങനെ തന്നെ ഇതുപോലെ നൂല് ആഡ് ചെയ്ത് കൊടുക്കും. നല്ല രസമാണ് കേട്ടോ. അതുപോലെ ഷാളിൻ്റെ തുമ്പയിലൊക്കെ ഞാനിങ്ങനെ കാണിച്ച് വയ്ക്കുവേ, നമ്മൾ വെറുതെയൊക്കെ ഇരിക്കുമ്പോഴേ. പിന്നെ നമ്മൾ ആ മുത്തിൻ്റെ ഉണ്ടല്ലോ, നമ്മൾ ആ ലാസ്റ്റ് വലിച്ച ആ നൂലില്ലേ, ആ നൂലിപ്പോൾ ഒരു കഴി നൂലല്ലേ, അത് 5-6 നൂല് കാണുമല്ലോ, അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് ആ മുത്തിനെ അങ്ങോട്ട് കവർ ചെയ്ത് പകുതി ഇപ്പുറയും പകുതി അപ്പുറം ഇട്ടേച്ച് വരച്ചാൽ കറക്റ്റ് നടുക്ക് ആ മുത്തിരിക്കുവേ. അങ്ങനെ അത് നല്ല രസമായിരിക്കും ഇങ്ങനെ ചെയ്ത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടല്ല ചെയ്യുന്നത്, അപ്പോൾ ചെറിയ മുത്തേ വെക്കാവുള്ളേ. ഇതിപ്പോൾ എനിക്ക് ചെറിയ മുത്തൊന്നും ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു വിനിച്ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നതെന്ന്, ആ മുത്ത് മാത്രം എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ വർക്കൊക്കെ ആണെങ്കിലും പണ്ട് ചെയ്തതൊക്കെയല്ലേ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ ചെയ്താൽ ആരെങ്കിലുമൊക്കെ കാണുമെന്നൊരു ഐഡിയയൊക്കെ തോന്നുന്നത്, അന്നേരം അങ്ങ് ചെയ്യുന്ന കേട്ടോ. ഇതിപ്പം നമ്മൾ ചുരിദാറിൻ്റെ കഴുത്താണെന്ന് സങ്കല്പിച്ചാൽ മതി. കഴുത്തിന് ചുറ്റും നമ്മളൊരു ഇച്ചിരി സ്പേസ് ഇട്ടേച്ചാൽ നമ്മളിത് ചെയ്യുന്നത്. ചുരിദാറിൻ്റെ കഴുത്തിന് ഓൾറെഡി തയ്ച്ച ചുരിദാറിൽ ഇച്ചിരി സ്പേസ് ഇട്ടേച്ച് നമ്മൾ ഇതുപോലെ ആ ചെറിയ പോർഷൻ, ആ യെല്ലോ കളറ് നൂലിങ്ങനെ ചെറിയ ഭാഗം കുത്തിയെടുത്ത് കൊടുത്ത്, ഇതൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കുത്തിയെടുത്ത് കൊടുത്തേച്ച് വേറെ കളർ ആഡ് ചെയ്ത് കണ്ടോ. മറ്റേ യു കഴുത്തിനൊക്കെ അത് ശരിയാകും. ഇത് ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്തതാണ്. ഇത് ഞാൻ പണ്ട് ചെയ്തൊരു ചുരിദാറിനെ ഞാൻ എടുത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും നാളായിട്ട് അലക്കിയിട്ടൊന്നും അത് പോയിട്ടില്ലല്ലോ. ഒത്തിരി പ്രാവശ്യം അതിൻ്റെ ഷോൾഡറൊക്കെയാണ് വിടാനൂടെ തുടങ്ങി. അത്രയും പഴയ ചുരിദാർ അതൊക്കെ. അത് പോകത്തൊന്നുമില്ല. ഇത് നമുക്ക് ചുറ്റിനും ചെയ്യാം. അങ്ങനെ നല്ല എന്നാ പറയുന്നത്, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വെക്കാം. പിന്നെ കഷ്ടപ്പാടില്ലേ, ഇനി കഷ്ടപ്പാടുള്ള വർക്കുകളൊക്കെ ഞാൻ ചെയ്ത് കാണിക്കും. ഇത് ഒട്ടും കഷ്ടപ്പാടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്കും ഷെയറും
സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.